നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസൻ കഴിഞ്ഞ ദിവസമാണ് നമ്മെ വിട്ട് പിരിഞ്ഞത്. കുറുക്കിക്കൊള്ളുന്ന തമാശകളിലൂടെ മനുഷ്യന്റെ പൊള്ളത്തരങ്ങളെ നിശിതമായി വിമർശിച്ച ശ്രീനിവാസൻ ഡയലോഗുകൾ പലതും സാമൂഹ്യ മാധ്യമങ്ങളിൽ ട്രോളുകളും മീമുകളുമായിട്ട് പലപ്പോഴും നിറയാറുണ്ട്. എന്നാൽ അദ്ദേഹം രചിച്ച പല ഡയലോഗുകളും നമ്മൾ തെറ്റിച്ചാണ് വീണ്ടും വീണ്ടും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. വടക്കു നോക്കിയന്ത്രം സിനിമയിലെ ഒരു ഡയലോഗ് നമ്മൾ തെറ്റിച്ചുപയോഗിക്കുന്നതാണ് ശോഭ ചിരിക്കുന്നില്ലേ, എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് വിജയൻ പറയുന്നതായി നാടോടിക്കാറ്റിലെ ഡയലോഗും നമ്മൾ തെറ്റിച്ചാണ് പറയുന്നത്. സംശയമുണ്ടോ? ഒന്ന് കണ്ടു നോക്കാം. ദിനേശ് ചേട്ടൻ എന്ത് പറ്റി? ശോഭയ്ക്ക് തമാശ ശരിക്കും അങ്ങോട്ട് മനസ്സിലായില്ല അല്ലേ? എടാ വിജയ, എന്താടാ ദാസ? എടാ നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്? ഏത് ബുദ്ധി? അല്ല, കണ്ടവന്റെ ഇടിയും തൊഴിയും വാങ്ങി നക്കാപ്പിച്ച ശമ്പളത്തിന് ജോലി ചെയ്യുന്നതിന് പകരം ഇതുപോലെ സ്വയം ബിസിനസ് ചെയ്യാനുള്ള ബുദ്ധി. ദാസ, ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് മോനെ. കണ്ടോ, ട്രോളുകളിലും മീമുകളിലും നമ്മൾ ഉപയോഗിക്കുന്ന പല സിനിമാ ഡയലോഗുകളും തെറ്റിച്ചാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ അതെല്ലാം ശരിയായി തന്നെ ഉപയോഗിക്കുന്നു എന്നാണ് നമ്മളുടെ വിശ്വാസം. ഇത്തരത്തിൽ ശരിയാണെന്ന് കരുതിക്കൊണ്ട് തെറ്റായി നമ്മൾ ഉപയോഗിക്കുന്ന പല സിനിമാ ഡയലോഗുകളും ഏതാണെന്നുള്ളത് ഈ വീഡിയോയുടെ അവസാനം നമുക്കൊന്ന് കാണുകയും ചെയ്യാം. ശരിയാണെന്ന് ധരിച്ചുകൊണ്ട് തെറ്റായ ഒരു കാര്യം നമ്മൾ വീണ്ടും വീണ്ടും എങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു? നിങ്ങളുടെ ഓർമ്മകൾ അല്ലെങ്കിൽ നമ്മളുടെ ഓർമ്മകൾ നമ്മളെ തന്നെ വഞ്ചിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുക? പൂർണ്ണമായും സത്യമാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന പല കാര്യങ്ങളും സംഭവിച്ചിട്ടില്ലാത്തവയാണെങ്കിലോ, അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചു വെച്ചിട്ടുള്ളതുപോലെ അല്ലെങ്കിലോ? ഇത് നമ്മൾ കുറച്ചുപേരുടെ മാത്രം പ്രശ്നമല്ല കേട്ടോ. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ ഒരേ വാക്കുകൾ, ചിത്രങ്ങൾ, സംഭവങ്ങൾ എന്നിവ തെറ്റായ രീതിയിൽ ഒരേപോലെ ഓർത്തു വെക്കുന്നു. ഇതിനെ മണ്ടേല എഫക്റ്റ് എന്നാണ് പറയപ്പെടുന്നത്. എന്താണ് മണ്ടേല എഫക്റ്റ്? ഈ വിചിത്ര പ്രതിഭാസത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നമസ്കാരം. ചെറുതല്ല കാര്യത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദക്ഷിണാഫ്രിക്കൻ വിപ്ലവകാരി നെൽസൺ മണ്ടേലയുടെ പേരിൽ നിന്നാണ് ഈ പ്രതിഭാസത്തിന് ആ പേര് ലഭിച്ചത്. 2000 ആണ്ടിന്റെ തുടക്കത്തിൽ ആയിരക്കണക്കിന് ആളുകൾ നെൽസൺ മണ്ടേല 1980 ജയിലിൽ വെച്ച് മരണപ്പെട്ടതായി ഉറച്ചു വിശ്വസിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ ടിവിയിൽ കണ്ടതായും മൃതസംസ്കാര പ്രസംഗങ്ങൾ കേട്ടതായും പലരും അവകാശപ്പെട്ടു. എന്നാൽ സത്യം അതായിരുന്നില്ല. നെൽസൺ മണ്ടേല 1990 ജയിൽ മോചിതനാവുകയും പിന്നീട് ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് ആവുകയും 2013 വാർദ്ധക്യ സഹജമായ കാരണങ്ങളാൽ അന്തരിക്കുകയുമാണ് ചെയ്തത്. സംഭവിച്ചിട്ടില്ലാത്ത ഒരു കാര്യത്തെ എങ്ങനെയാണ് ആളുകൾ, അതും ഇത്രയധികം ആളുകൾ, ഒരേപോലെ തെറ്റായി ഓർത്തുവെച്ചത് എന്നത് ഇന്റർനെറ്റ് ലോകത്തെ ഞെട്ടിച്ച ഒരു ചോദ്യമായിരുന്നു. ആരാണ് മണ്ടേല എഫക്റ്റ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്? മണ്ടേല എഫക്റ്റ് എന്ന പദം 2009 അമേരിക്കൻ എഴുത്തുകാരിയും പാരനോർമൽ ഗവേഷകയുമായ ഫിയോണ ബ്രൂം ആണ് ആദ്യമായി ആവിഷ്കരിച്ചത്. 2009 ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കെ ഫിയോണ ബ്രൂം നടത്തിയ ഒരു സാധാരണ സംഭാഷണമാണ് ഈ കണ്ടെത്തലിലേക്ക് നയിച്ചത്. 1980കളിൽ നെൽസൺ മണ്ടേല ജയിലിൽ വെച്ച് മരണപ്പെട്ടതായി താൻ ഓർക്കുന്നുവെന്ന് അവർ അവിടെ സൂചിപ്പിച്ചു. എന്നാൽ അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന മറ്റ് പലരും സമാനമായ ഓർമ്മകൾ പങ്കുവച്ചു. അവരും വിശ്വസിച്ചിരുന്നത് വാർത്താമാധ്യമങ്ങൾ മണ്ടേലയുടെ മരണം റിപ്പോർട്ട് ചെയ്തതായും രാജ്യം മുഴുവൻ ദുഃഖാചരണം നടത്തിയതായും അദ്ദേഹം ജയിലിൽ വെച്ച് അന്തരിച്ചതായും ആയിരുന്നു. ഒരുപാട് പേർക്ക് തോന്നിയ, അതായത് കൂട്ടായ ഈ സ്മൃതിഭ്രംശത്തെക്കുറിച്ച് അഥവാ കളക്റ്റീവ് ഫാൾസ് മെമ്മറിയെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ഈ അനുഭവം ഫിയോണയെ പ്രേരിപ്പിക്കുകയും അവർ ഇതിന് മണ്ടേല എഫക്റ്റ് എന്ന് പേരിടുകയും ചെയ്തു. ഈ പ്രതിഭാസത്തെ വിവരിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഉദാഹരണമായി മണ്ടേലയുടെ കേസ് മാറിയതിന് പിന്നിലും ചില കാരണങ്ങളുണ്ട്. ഇത് ആഗോളതലത്തിൽ പ്രശസ്തനായ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗൗരവമേറിയ ഒരു ചരിത്ര സംഭവത്തെക്കുറിച്ചായിരുന്നു ഈ തെറ്റായ ഓർമ്മകൾ. വൻതോതിലുള്ള ഒരു ജനക്കൂട്ടം, ഒരു ജനവിഭാഗം തെറ്റായ കാര്യം ഒരേപോലെ ഓർത്തുവെച്ചിരുന്നു. ഇത്തരം വിചിത്രമായ ഓർമ്മപ്പിശകുകളെ സൂചിപ്പിക്കാൻ പിന്നീട് ഈ പദം ലോകവ്യാപകമായി പ്രചാരത്തിലുമായി. മണ്ടേലയുടെ പേര് കേവലം ഒരു തുടക്കം മാത്രമായിരുന്നു. വിവിധ രാജ്യങ്ങളിലും സംസ്കാരത്തിലും പെട്ട ആളുകൾ ഒരേപോലെയുള്ള തെറ്റായ പല ഓർമ്മകൾ പങ്കുവച്ചിട്ടുണ്ട്. ബെറൻസ്റ്റൈൻ ബേയേഴ്സ് എന്ന കുട്ടികളുടെ പുസ്തക പരമ്പര ബെറൻസ്റ്റീൻ എന്നാണ് ഭൂരിഭാഗവും പേരും ഓർക്കുന്നത്. എന്നാൽ അതിന്റെ ശരിയായ പേര് ബെറൻസ്റ്റൈൻ എന്ന് തന്നെയാണ്. ലോകപ്രശസ്തമായ ഒരു ബോർഡ് ഗെയിമാണ് മൊണോപ്പൊളി. മൊണോപ്പൊളിയുടെ ലോഗോയിലുള്ള മനുഷ്യന് കണ്ണട, അതും ഒരു മോണോക്കിൾ ഉണ്ടെന്നാണ് പലരും കരുതുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അത്തരത്തിലൊന്നില്ല എന്നുള്ളതാണ് വസ്തുത. ലോകോത്തര ബ്രാൻഡായ ഫ്രൂട്ട് ഓഫ് ദ ലൂം എന്ന ബ്രാൻഡിന്റെ ലോഗോയിൽ ഒരു പഴക്കൂട ഉണ്ടായിരുന്നുവെന്ന് വിശ്വസിക്കുന്നവരും നിരവധിയാണ്. പക്ഷേ കമ്പനിയുടെ ചരിത്രത്തിൽ അങ്ങനെ ഒരു ലോഗോ ഉണ്ടായിട്ടേയില്ല. ചില ആളുകൾ വിശ്വസിക്കുന്നത് മണ്ടേല എഫക്റ്റ് സമാന്തര പ്രപഞ്ചങ്ങളുടെയോ, അതായത് പാരലൽ യൂണിവേഴ്സിന്റെയോ അല്ലെങ്കിൽ കാലക്രമത്തിലുണ്ടായ മാറ്റത്തിന്റെയോ അഥവാ ടൈം ലൈൻ ഷിഫ്റ്റിന്റെയോ തെളിവാണെന്നാണ്. നാം ഒരു പ്രപഞ്ചത്തിൽ നിന്ന് മറ്റൊരു പ്രപഞ്ചത്തിലേക്ക് മാറുമ്പോൾ പഴയ ഓർമ്മകൾ കൂടെ കൊണ്ടുവരുന്നതാണ് ഇതിന് കാരണമെന്ന് ഇവർ വാദിക്കുന്നു. കേൾക്കാൻ രസമാണെങ്കിലും ഈ തിയറിക്ക് ശാസ്ത്രീയമായ വിശദീകരണമൊന്നുമില്ല. അങ്ങനെയെങ്കിൽ
നെൽസൺ മണ്ടേലയുടെ മരണത്തെക്കുറിച്ചുള്ള വ്യാജ വാർത്തകൾ എപ്പോൾ, എങ്ങനെ, ആര് തുടങ്ങി? മണ്ടേല എഫക്റ്റിന്റെ രഹസ്യം തേടിയുള്ള യാത്രയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. ഇതിനെ ചരിത്രപരമായും മനഃശാസ്ത്രപരമായും വസ്തുതാപരമായും നമുക്ക് ഒന്ന് വിശകലനം ചെയ്യാം. എപ്പോഴാണ് ഈ തെറ്റായ ഓർമ്മകൾ രൂപപ്പെട്ടത്? നെൽസൺ മണ്ടേല ജയിലിൽ വെച്ച് അന്തരിച്ചു എന്ന തെറ്റായ വിശ്വാസം ഉടലെടുത്തത് മിക്കവാറും 1980-കളിലാകാനാണ് സാധ്യത. ഇതിന് ചില പ്രത്യേക കാരണങ്ങളുണ്ട്. 1962 മുതൽ മണ്ടേല തടവിലായിരുന്നു. അക്കാലത്തെ വർണ്ണവിവേചന ഭരണകൂടം വാർത്താവിനിമയ ഉപാധികളെ കർശനമായി നിയന്ത്രിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് പാശ്ചാത്യ മാധ്യമങ്ങളിൽ നിരന്തരം അഭ്യൂഹങ്ങളും പ്രചരിച്ചിരുന്നു. ചുരുക്കത്തിൽ 80-കളുടെ അവസാനത്തോടെ മണ്ടേല ഒരു വ്യക്തി എന്നതിലുപരി ഒരു പ്രതീകമായി മാറി. ലോകത്തിന് അദ്ദേഹത്തെക്കുറിച്ചുള്ള ആധികാരിക വിവരങ്ങൾ ലഭ്യമല്ലായിരുന്ന ആ സാഹചര്യം ഇത്തരമൊരു ആശയക്കുഴപ്പത്തിന് വളക്കൂറുള്ള മണ്ണൊരുക്കുകയും ചെയ്തു. എങ്ങനെയാണ് ഈ തെറ്റായ വിവരങ്ങൾ നിർമ്മിക്കപ്പെട്ടത്? മണ്ടേല അന്തരിച്ചു എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു പ്രത്യേക വ്യാജ വാർത്താ ലേഖനമൊന്നും അക്കാലത്ത് ഉണ്ടായിരുന്നില്ല. മറിച്ച് പരസ്പര ബന്ധിതമായ പല ഘടകങ്ങൾ ചേർന്നാണ് ഈ വ്യാജ ഓർമ്മ രൂപപ്പെട്ടത്. ഒന്നാമതായി, അക്കാലത്ത് മറ്റ് പല വിപ്ലവകാരികളും തടവറയിൽ വെച്ച് കൊല്ലപ്പെട്ടിരുന്നു. ആ മരണങ്ങളും മണ്ടേലയുടെ നീണ്ട തടവ് ശിക്ഷയും തമ്മിൽ ആളുകളുടെ ഓർമ്മയിൽ കെട്ടുപിണഞ്ഞു പോയിരിക്കാം. രണ്ടാമതായി, സാങ്കല്പിക മരണം യാഥാർത്ഥ്യമായി മാറിയപ്പോൾ, അതായത് പൊതുജീവിതത്തിൽ നിന്ന് പതിറ്റാണ്ടുകളോളം അദ്ദേഹം അപ്രത്യക്ഷനായതിനെ രാഷ്ട്രീയമായി ഇല്ലാതാക്കപ്പെട്ടു എന്ന് അക്കാലത്ത് വിശേഷിപ്പിച്ചിരുന്നു. ഈ അസാന്നിധ്യം പിൽക്കാലത്ത് ജനങ്ങളുടെ മനസ്സിനുള്ളിൽ മരണമായി രൂപപ്പെട്ടിട്ടുണ്ടാവാം. മൂന്നാമത്തതാണ് മാധ്യമങ്ങളുടെ നിശബ്ദത. ഇന്റർനെറ്റോ തത്സമയ വസ്തുതാ പരിശോധനാ സംവിധാനങ്ങളോ ഇല്ലായിരുന്ന ആ കാലത്ത് കേട്ടറിവുകളെ തിരുത്താൻ മറ്റ് മാർഗങ്ങളില്ലായിരുന്നു. ഓർമ്മകളുടെ ഒരു ഏകീകരണം അഥവാ മെമ്മറി കൺസോളിഡേഷൻ. ആധുനിക ന്യൂറോ സയൻസ് പറയുന്നത് ഒരു ഓർമ്മ സത്യമാകണമെന്ന് നിർബന്ധമില്ല എന്നാണ്. ഒരു തെറ്റായ കാര്യം വീണ്ടും വീണ്ടും ഓർത്തെടുക്കുമ്പോൾ മസ്തിഷ്കം അതിനെ ഒരു യഥാർത്ഥ സംഭവമായി ശേഖരിക്കുകയും വൈകാരികമായി അതിനോട് അടുപ്പം സ്ഥാപിക്കുകയും ചെയ്യുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിന് പിന്നിൽ ഒരു ഗൂഢാലോചനയോ സർക്കാരോ ഏതെങ്കിലും മാധ്യമ പ്രവർത്തനമോ ഉണ്ടായിരുന്നില്ല. മണ്ടേലയുടെ മരണത്തെക്കുറിച്ചുള്ള മിത്ത് ആരും മനഃപൂർവ്വം ഉണ്ടാക്കിയതല്ല. വസ്തുതാപരമായ വിവരങ്ങളുടെ അഭാവം, മാധ്യമങ്ങളുടെ മൗനം, ജനങ്ങളുടെ ഉത്കണ്ഠ, മാനുഷികമായ ഓർമ്മ പിശകുകൾ എന്നിവയിൽ നിന്ന് സ്വാഭാവികമായി പരിണമിച്ചുണ്ടായ ഒന്നാണിത്. അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ ടിവിയിൽ കണ്ടുവെന്ന് അവകാശപ്പെടുന്നവർ യഥാർത്ഥത്തിൽ മെമ്മറി സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന പ്രതിഭാസത്തിന് ഇരയാവുകയാണ് ചെയ്തിരുന്നത്. 2013 യഥാർത്ഥ മരണാനന്തര ചടങ്ങുകളോ മറ്റ് ആഫ്രിക്കൻ നേതാക്കളുടെ സംസ്കാര ദൃശ്യങ്ങളോ മണ്ടേലയുടെ തടവുകാലത്തെ പ്രതിഷേധ ദൃശ്യങ്ങളുമായി മസ്തിഷ്കം കൂട്ടിച്ചേർത്ത് ഒരു സാങ്കല്പിക കഥ നിർമ്മിച്ചെടുത്തതാണ് ഇതിന് കാരണം. ഇന്റർനെറ്റ് വഴി ലോകം ഒന്നിച്ചു ചേർന്നപ്പോഴാണ് താൻ മാത്രം വിശ്വസിച്ചിരുന്ന ഒരു കാര്യം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ലക്ഷക്കണക്കിന് ആൾക്കാരും വിശ്വസിക്കുന്നുണ്ടെന്ന് പലരും തിരിച്ചറിഞ്ഞത്. ആ സമാന്തര ചിന്താഗതികളുടെ ഒത്തുചേരലിലാണ് മണ്ടേല എഫക്ട് എന്ന വാക്ക് ജനിക്കുന്നത്. നെൽസൺ മണ്ടേല ജയിലിൽ വെച്ച് മരിച്ചിട്ടില്ല. ഒരു വ്യാജ വാർത്താ പ്രചരണവും ആരും നടത്തിയിട്ടുമില്ല. മറിച്ച് ആരും ഉദ്ദേശിക്കാതെ തന്നെ മനുഷ്യന്റെ കൂട്ടായ ഓർമ്മകൾക്ക് സംഭവിച്ച ഒരു പിഴവാണിത്. ഒരു നുണയിൽ നിന്നല്ല, മറിച്ച് അറിവില്ലായ്മയിൽ നിന്നും അപൂർണമായ കഥകൾ പൂർത്തിയാക്കാനുള്ള മനുഷ്യസഹജമായ വാസനയിൽ നിന്നുമാണ് ഈ പ്രതിഭാസം ഉടലെടുത്തത്. മനുഷ്യന്റെ തലച്ചോറിൽ ഓർമ്മ എന്ന പ്രവർത്തനം നടക്കുന്നത് അപ്പോൾ എങ്ങനെയാണ്? മനുഷ്യന്റെ ഓർമ്മശക്തി ഒരു റെക്കോർഡിംഗ് യന്ത്രമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓരോ തവണയും നാം ഒരു കാര്യം ഓർത്തെടുക്കുമ്പോൾ നമ്മുടെ തലച്ചോറ് ആ പുനർനിർമ്മിക്കുകയാണ് ചെയ്തത്. ഈ പ്രക്രിയയിൽ പിഴവുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇതിനെ പ്രധാനമായും 4 തരംതിരിക്കാം. ഒന്ന്, വ്യാജ സ്മൃതി രൂപീകരണം, അതായത് ഫോൾസ് മെമ്മറി ഫോർമേഷൻ. സംഭവിക്കാത്ത കാര്യങ്ങൾ നടന്നുവെന്ന് വിശ്വസിപ്പിക്കാൻ തലച്ചോറിന് സാധിക്കും. രണ്ടാമത്തതായി, സാമൂഹിക ദൃഢീകരണം അഥവാ സോഷ്യൽ റീഎൻഫോഴ്സ്മെന്റ്. മറ്റുള്ളവർ നമ്മുടെ തെറ്റായ ഓർമ്മയെ ശരിവെക്കുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. മാതൃകാ പൂർത്തീകരണമാണ് മൂന്നാമത്തേത്, അഥവാ പാറ്റേൺ കംപ്ലീഷൻ. യുക്തിപരമായ വിടവുകൾ നികത്താൻ തലച്ചോറ് ശ്രമിക്കും. ഒരു പണക്കാരനായ മനുഷ്യന് ലോഗോയിൽ കണ്ണട ഉണ്ടാകുമെന്ന് നമ്മുടെ യുക്തി അങ്ങ് തീരുമാനിക്കും. ഉറവിടത്തിന്റെ ആശയക്കുഴപ്പമാണ് അടുത്തത്, അഥവാ സോഴ്സ് കൺഫ്യൂഷൻ. നമ്മൾ എവിടെ നിന്നാണ് ആ വിവരം ശേഖരിച്ചതെന്ന് മറന്നുപോകുന്നത് തെറ്റായ ഓർമ്മകൾക്ക് കാരണമാവും. മുൻകാലങ്ങളിൽ ഇത്തരം തെറ്റായ ഓർമ്മകൾ വ്യക്തികളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നു. എന്നാൽ ഇന്റർനെറ്റിന്റെ വരവോടെ ഇവ അതിവേഗം പടരാൻ തുടങ്ങി. ഒരു വൈറൽ പോസ്റ്റോ കമന്റോ വഴി ആയിരക്കണക്കിന് ആളുകൾ തങ്ങളുടെ തെറ്റായ ഓർമ്മകളെ പരസ്പരം ശരിവയ്ക്കുന്നു. അതായത് മണ്ടേല എഫക്റ്റ് ഇന്റർനെറ്റ് സൃഷ്ടിച്ചതല്ല, മറിച്ച് അതിനെ വ്യാപിപ്പിക്കുകയാണ് ചെയ്തത്. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സിൽ തെറ്റായി പതിഞ്ഞുപോയ, വ്യാപകമായി നമ്മൾ ട്രോളിലും മീമിലുമെല്ലാം ഉപയോഗിക്കുന്ന പ്രശസ്തമായ ചില സിനിമാ ഡയലോഗുകൾ യഥാർത്ഥത്തിൽ എന്താണെന്ന് കൂടി നോക്കാം. ഒരു CBI ഡയറിക്കുറിപ്പ് എന്ന സിനിമയിൽ പ്രതാപ് ചന്ദ്രൻ പറഞ്ഞ ഡയലോഗും മീമുകളിൽ സ്ഥിരമുള്ളതാണ്. എനിക്കിവിടെ മാത്രമല്ലടാ, ഡൽഹിയിൽ മുന്നടാ പിടി എന്ന ഡയലോഗ്. യഥാർത്ഥത്തിൽ അത് ശരിയാണോ? തിരുവനന്തപുരത്ത് മാത്രമല്ലടാ, ഡൽഹിയിലുണ്ടാ എനിക്ക് വേണ്ടപ്പെട്ടവര്. ഇറങ്ങി വേടാ. യോദ്ധയിലെ കുട്ടിമാമ ഞാൻ ഞെട്ടിമാമ എന്ന ഡയലോഗ് ശരിക്കും എന്താണ്? അത് പറഞ്ഞപ്പോ നീ എന്തിനാ ഞെട്ടിയത്? കുട്ടിമാമയ്ക്ക് എന്നെ വിശ്വാസമില്ലല്ലോ എന്നോർത്തപ്പോ ഞാൻ ഞെട്ടി മാമ.
സുഹൃത്ത് വലയങ്ങളിൽ നമ്മൾ ആവർത്തിച്ച് പറയുന്ന മറ്റൊരു ഡയലോഗാണ് കഥ പറയുമ്പോൾ സിനിമയിലെ മമ്മൂട്ടി കഥാപാത്രം ശ്രീനിവാസനോട് ചോദിക്കുന്ന എന്നോടോ ബാല എന്ന ഡയലോഗ്. ശരിക്കും അത് അങ്ങനെയാണോ? അതെന്റെ അപകർഷതാബോധമായിരിക്കാം. എന്റെ മുമ്പിലോ ബാല? മലയാള സിനിമയുടെ അനശ്വര നടൻ ജയനെ ഓർക്കുമ്പോഴും അനുകരിക്കുമ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഡയലോഗാണ് നീയാണോടാ പെണ്ണുങ്ങളെ ശല്യം ചെയ്യുന്ന അലവലാതി ഷാജി എന്നത്. എന്നാൽ ശരിക്കും അത് അങ്ങനെയല്ല. നീയാണ് ഈ അലവലാതി ഷാജി അല്ലേ? മണ്ടേല എഫക്ട് നമുക്ക് നൽകുന്ന പാഠം ലളിതമാണ്. നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു കാര്യം എപ്പോഴും സത്യമായിക്കൊള്ളണമെന്നില്ല. ഓർമ്മകൾ എല്ലായ്പ്പോഴും യാഥാർത്ഥ്യമായിക്കൊള്ളണമെന്നുമില്ല. ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ഒരേ സമയം തെറ്റുപറ്റാം. ഇത് മനുഷ്യന്റെ ബലഹീനതയല്ല, മറിച്ച് മനുഷ്യ സഹജമായ ഒരു പ്രത്യേകതയാണ്. ചുരുക്കി പറഞ്ഞാൽ മണ്ടേല എഫക്ട് എന്നത് യാഥാർത്ഥ്യം തകർന്നതിന്റെ തെളിവല്ല, മറിച്ച് നമ്മുടെ ഓർമ്മകൾ എത്രത്തോളം ദുർബലമാണെന്നും മനസ്സ് എത്രത്തോളം സർഗാത്മകമാണെന്നുള്ളതിന്റെ തെളിവാണ്. സത്യം എന്നത് വെറും വിശ്വാസം മാത്രമല്ല, മറിച്ച് കൃത്യമായി വസ്തുതാപരമായി ബോധ്യപ്പെടേണ്ട ഒന്നാണ്. പ്രപഞ്ചം മാറിയതല്ല, മാറുന്നതല്ല, നമ്മുടെ കാഴ്ചപ്പാടുകളാണ് മാറുന്നത്. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.